ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് മീനിങ് ഓഫ് ദി മൂൺലൈറ്റ്. മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നിലാവിൻ്റെ പൊരുൾ. ഹാവൻ യു സീൻ എ ബ്യൂട്ടിഫുൾ ഗ്ലോയിങ് മൂൺ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? സിൻസ് ദീസ് ആർ ഒപ്പാക് ഒബ്ജെക്ട്സ് വോണ്ട് ദി ലൈറ്റ് ബി റിഫ്ലക്റ്റഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ചന്ദ്രനും ഭൂമിയൊക്കെ എന്താണ്? ഒപ്പാക് ഒബ്ജക്റ്റാണ്. ഒപ്പാക് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ്. അപ്പോൾ ഇത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കില്ലേ? ഇനി അവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ നോക്കുക. സൂര്യനിൽ നിന്ന് എന്താണ് ഭൂമിയിലേക്കും അതേപോലെ തന്നെ ചന്ദ്രനിലേക്കും സൺലൈറ്റ് പോകുന്നുണ്ട്. ചന്ദ്രനിലെത്തിയ സൺലൈറ്റ് എന്താണ്? ചന്ദ്രൻ്റെ സർഫസ് പ്രതലത്തിൽ തട്ടിയിട്ട് എന്താണ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവും. ദ ഇമേജ് ഷോൺ ദ ലൈറ്റ് ഫോളിങ് ഓൺ ദി മൂൺ റീച്ച് ദി എർത്ത് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ്? സണ്ണിൽ നിന്ന് മൂണിലെത്തുന്ന ലൈറ്റ് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഭൂമിയിലെത്തുന്നത്. മൂൺലൈറ്റ് ഈസ് sunlight reflected from the moon. The surface of the moon is rough. If so, it is due to regular or irregular reflection. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൂണിൻ്റെ മൂണിൻ്റെ ആ ഒരു പ്രകാശം അല്ലെങ്കിൽ നിലാവിന് എന്താണ് കാരണം? സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമിയിൽ നിന്നും മൂണിനെ നോക്കുന്ന ഒരാൾക്ക് മൂണിന് പ്രകാശമുള്ളതായിട്ട് തോന്നുന്നത്. ദ സർഫസ് ഓഫ് മൂൺ ഈസ് റഫ്. പിന്നെന്താ? മൂണിൻ്റെ സർഫസ് എന്താണ്? റഫാണ്, പരുപരുത്തതാണ്. ഇഫ് സോ, ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറഗുലർ ഓർ റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റെഗുലർ റിഫ്ലക്ഷനാണോ ഇറഗുലർ റിഫ്ലക്ഷനാണോ ഉണ്ടാവുക? റെഗുലർ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത്. മൂൺലൈറ്റ്. ദ സൺലൈറ്റ് ഫോളിങ് ഓൺ ദി മൂൺ സർഫസ് ഗെറ്റ് സ്കാറ്റേർഡ് ആൻഡ് റീച്ച് ദി എർത്ത്. ദിസ് ഈസ് ദ മൂൺലൈറ്റ് ദാറ്റ് വി സീ അറ്റ് നൈറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്താണ്? ആകാശത്ത് ചന്ദ്രൻ പ്രകാശിച്ച് നിൽക്കുന്നത് കാണും. അതിനുള്ള കാരണം എന്താണ്? സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് മൂണിൻ്റെ സർഫസിൽ പ്രതലത്തിൽ തട്ടി സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിന്നിച്ചെതറിയിട്ട് എന്താണ്? എർത്തിലെത്തും. അങ്ങനെ അതുകൊണ്ടാണ് എർത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മൂണ് പ്രകാശിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫേസസ് ഓഫ് ദി മൂൺ. വി സീ ദ സൺ ഇൻ ദ സെയിം ഷേപ്പ് എവറി ഡേ, ബട്ട് വാട്ട് അബൌട്ട് ദി മൂൺ? നമുക്കറിയാം, നമ്മളെല്ലാവരും സണ്ണിനെ കാണുന്നത്, സൂര്യനെ കാണുന്നത് എല്ലാ ദിവസവും ഒരേ ആകൃതിയിലാണ്. പക്ഷേ മൂണിൻ്റെ ആകൃതി എപ്പോഴും ഒരേപോലെ ആയിരിക്കുമോ? അപ്പം നിങ്ങളോട് ഒബ്സർവ് ചെയ്ത് സയൻസ് ഡയറിയിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം മൂണിനെ നോക്കിയിട്ട് അതിൻ്റെ ഷേപ്പ്. ഇനി അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് എന്തൊക്കെ വേണം? മെറ്റീരിയൽസ് നീഡഡ് 3 സ്മൈലി ബോൾസ് ആൻഡ് ബ്ലാക്ക് പെയിൻറ്റ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് എന്തൊക്കെ വേണം? 3 സ്മൈലി ബോളും പിന്നെ കറുത്ത പെയിൻറ്റും. അപ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? എല്ലാ ദിവസവും ചന്ദ്രൻ്റെ ഷേപ്പ്, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ആകൃതി ഒരുപോലെയാണ് നമുക്ക് കാണുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ല എന്ന്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻറ്റ് വഴി നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. Examine the picture and notes in the box given below. Paint half of each smiley ball with the black paint as suggested in the notes in the boxes. അതായത് എന്താണ്? അവിടെ ആ 3 സ്മൈലി ബോളിൽ എങ്ങനെയാണ് പെയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പെയിൻറ്റ് കൊടുക്കേണ്ടത്. അതിൻ്റെ അടിയിൽ ഓരോ ബോളിന് താഴെ കണ്ട ഒരു ബോക്സ്, ആ ബോക്സിലാണ് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്മൈലി ബോളിൽ എങ്ങനെയാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്? സ്മൈലിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റ് ദി അതർ സൈഡ് ഓഫ് ദി സ്മൈലി ഫേസ് കംപ്ലീറ്റ്ലി. അതായത് സ്മൈലി ഫേസിൻ്റെ മറ്റേ സൈഡ് എന്താണ്? മുഴുവനായിട്ട് കറുത്ത പെയിൻറ്റ് അടിക്കുക. പിന്നെ രണ്ടാമത്തെ പിക്ചർ നോക്കൂ. രണ്ടാമത്തെ ബോളിൽ എന്താണ്? പകുതി ഭാഗം പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, പകുതി പെയിൻറ്റ് അടിച്ചിട്ടില്ല. പെയിൻറ്റ് കവറിങ് ഹാഫ് ഓഫ് ദി സ്മൈലി ഫേസിൻ്റെ പകുതി കവർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ബോളിൽ എങ്ങനെയാണ്? സ്മൈലി ഫേസിൻ്റെ അവിടെയാണ് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത്. പെയിൻറ്റ് കവറിങ് ദ എൻറ്റയർ സ്മൈലി ഫേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3 ബോളിന് പെയിൻറ്റ് ചെയ്യേണ്ടത്. ദ ബ്ലാക്ക് പെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ് ദ ഷാഡോ സൈഡ് ഓഫ് മൂൺ. ദ അൺപെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ് ദാറ്റ് പാർട്ട് ഓഫ് മൂൺ വേർ ലൈറ്റ് ഫോൾസ്. അപ്പോൾ ഇവിടെ ഈ കറുത്ത പെയിൻറ്റ് അടിച്ച ഈ സ്മൈലി ബോളിൽ എന്താണ്? മൂണായിട്ട്, അതായത് ചന്ദ്രനായിട്ടാണ് എടുക്കുന്നത്. അതിൽ കറുത്ത പെയിൻറ്റ് അടിച്ച ഭാഗത്തിന് എന്താണ്? നിഴൽ വീഴുന്ന ഭാഗം. മറ്റേ ഭാഗം പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം എന്താണ്? സൺലൈറ്റ് വീഴുന്ന ഭാഗമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 3 ഉപയോഗിച്ച് എങ്ങനെയാണ് പരീക്ഷണം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ 3 സ്മൈലി ബോളിന് എന്താണ്? അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലേതുപോലെ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിട്ട് വെക്കുക.
The unpainted part of smiley ball should face the light and the black painted part should face the side opposite of the light. അപ്പോൾ ഇവിടെ എന്താണ്, ചിത്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിയിലാണ് ബ്ലാക്ക് ആ ഓരോ ബോളിൻ്റെയും പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗം വെക്കേണ്ടത്. അപ്പോൾ ലൈറ്റിന് ഫേസ് ചെയ്തിട്ട് ഏത് സൈഡായിരിക്കും വരിക, പെയിൻറ്റ് ചെയ്യാത്ത ഭാഗമായിരിക്കും വരുന്നത്. ഇമാജിൻ ദ സ്മൈലി ബോൾ ആസ് ദി മൂൺ ആൻഡ് ബൾബ് ആസ് ദി സൺ. എന്നിട്ട് എന്താണ്, ഓരോ ബോളിനെ എന്താണ് ചന്ദ്രനായിട്ട് ഇമാജിൻ ചെയ്യുക, ആ ലൈറ്റിനെ ആ ബൾബിനെ എന്താണ് സൂര്യനായിട്ടും ഇമാജിൻ ചെയ്യുക. എ ബി സി ആർ ദ പൊസിഷൻ വെൻ ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. പിന്നെ അവിടെ എ ബി സി എന്ന് പറഞ്ഞ പൊസിഷൻ പറഞ്ഞിട്ടല്ലേ ഓരോ ബോളും വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ എ ബി സി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഓരോ സ്ഥാനങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ഒരു ഭൂമി വേണം. ഇപ്പോൾ ഒരു കുട്ടി കണ്ടോ സെൻറ്ററിലിരിക്കുന്നത്, ആ കുട്ടിയാണ് ഇവിടെ ഭൂമി. ദ ചൈൽഡ് ഷുഡ് സിറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ബോൾ എ ആൻഡ് സി ആൻഡ് ഒബ്സർവ്. അപ്പോൾ എന്താണ് എക്കും സിക്കും ഇടയിലിരുന്നിട്ട് കുട്ടി എന്താണ് ഒബ്സർവ് ചെയ്യുക. ആസ് പെർ ദ പിക്ചർ ഹൗ വിൽ ദ ചൈൽഡ് ബി വ്യൂയിങ് ഓൾ ദ 3 ബോൾസ്. അപ്പോൾ ഈ ചിത്രം പ്രകാരം കുട്ടി 3 ബോളിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി. കുട്ടി ഇങ്ങനെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഷാഡോ പോർഷൻ, മൂണിൻ്റെ ഷാഡോ പോർഷൻ എന്ന് പറഞ്ഞാൽ കറുത്ത പെയിൻ്റ് അടിച്ച ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഏത് പൊസിഷനിലുള്ള ബോളിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും ഏന്ന് പറഞ്ഞ പൊസിഷനിലിരിക്കുന്ന ബോളിൻ്റെയാണ്. പിന്നെ ബോൾ പ്ലേസ്ഡ് അറ്റ് വിച്ച് പൊസിഷൻ എനേബിൾ ചൈൽഡ് ടു വ്യൂ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ. പകുതി പ്രകാശിക്കുന്നത് പകുതി ഷാഡോ പോർഷനും കാണാൻ പറ്റുന്നത് ഏത് പൊസിഷനിലിരിക്കുന്ന ബോളിനെ നോക്കിയാലാണ് ബി. ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഇലുമിനേറ്റഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായും പ്രകാശിക്കുന്ന ഭാഗം കാണാൻ പറ്റുക ഏത് പൊസിഷനിലിരിക്കുന്ന ബോളിനെ നോക്കിയാലാണ് സി എന്ന പൊസിഷനിലിരിക്കുന്ന ബോളിനെ നോക്കിയാൽ. Given below are the position and shape the child observe in the sky after sunset on different days. Analyze the given picture based on the activity you have done. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് ശേഷം എന്താണ് ഒരു കുട്ടി ആകാശത്ത് ചന്ദ്രനെ നിരീക്ഷിക്കുകയാണ്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ തൊട്ട് മുന്നേ നിങ്ങൾ ചെയ്ത ഒരു ആക്ടിവിറ്റി, സ്മൈലി ബോൾ ഉപയോഗിച്ച് ചെയ്ത ആക്ടിവിറ്റിയുടെ ബേസിൽ ഈ ചിത്രത്തിന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്, സൂര്യനുണ്ട്, ഭൂമിയുണ്ട്, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ചന്ദ്രനുണ്ട്, പിന്നെ ചന്ദ്രൻ്റെ 3 സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഡി ഇ എഫ്. ഇനി ഭൂമിക്ക് അഭിമുഖമായിട്ട് ഡി എന്ന സ്ഥാനത്തുള്ള ചന്ദ്രനാണ് വരുന്നതെങ്കിൽ, ഡി എന്ന പൊസിഷനിലുള്ള ചന്ദ്രനാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് എന്താണ് അന്ന് ചന്ദ്രനെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ഡി എന്ന സ്ഥാനത്തുള്ള ചന്ദ്രൻ എന്താണ്, ചന്ദ്രൻ്റെ നിഴലാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ നിഴൽ അഭിമുഖമായി വന്നാൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്താണെന്ന് ചന്ദ്രനെ കാണാൻ പറ്റില്ല. ഇനി അടുത്തത് ഇ എന്ന സ്ഥാനമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതെങ്കിൽ അന്ന് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ചന്ദ്രൻ്റെ പകുതിയാണ് കാണാൻ പറ്റുക. കാരണം എന്താണ്, പകുതി പ്രകാശിച്ചു നിൽക്കുന്ന ഭാഗവും പകുതി ഷാഡോയുമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രകാശിച്ചു നിൽക്കുന്ന ഭാഗം മാത്രമാണ് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഇനി എഫ് എന്ന സ്ഥാനമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതെങ്കിൽ അന്ന് എന്താണ്, പൂർണ്ണ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്, എഫ് എന്ന സ്ഥാനത്തുള്ള ചന്ദ്രൻ്റെ പ്രകാശിച്ചു നിൽക്കുന്ന ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ചന്ദ്രനെ പൂർണ്ണ ചന്ദ്രനായിട്ടും ചില ദിവസങ്ങളിൽ ചന്ദ്രനെ കാണാത്തതും ഒക്കെ മനസ്സിലായില്ലേ. ഇനി എക്സാമിൻ ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ ഇൻഫറൻസ് ഇൻ യുവർ സയൻസ് ഡയറി. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി, അതായത് ചന്ദ്രൻ എന്താണ് ഡി എന്ന പൊസിഷനിൽ എത്തുകയാണെങ്കിൽ ദ ഷാഡോ സൈഡ് ഓഫ് ദി മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദി എർത്ത്. അപ്പോൾ എന്താണ്, ആ ഒരു മൂണിൻ്റെ നിഴലുള്ള ഭാഗം ഷാഡോ സൈഡാണ് എർത്തിനെ മുഴുവനായിട്ടും ഫേസ് ചെയ്യുന്നത്, അഭിമുഖീകരിച്ച് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എർത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മൂണിനെ കാണാൻ പറ്റില്ല. വെൻ ദി മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ, ഇനി മൂണ് ഇ എന്ന പൊസിഷനിലെത്തിയാലോ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ സൈഡ്സ് ഫേസ് ദി എർത്ത്. അപ്പോൾ ചന്ദ്രനെ ഫേസ് ചെയ്തിട്ട് എന്താണ്, പകുതി പ്രകാശിച്ച് നിൽക്കുന്ന ഭാഗവും പകുതി ഷാഡോ പൊസിഷനും ആയിരിക്കും. പിന്നെ അപ്പോൾ എന്താണ്, ഹാഫ് മൂണിനെ നമുക്ക് കാണാൻ പറ്റും.
വെൻ ദി മൂൺ റീച്ചസ് ദി പൊസിഷൻ എഫ്, ഇനി എഫ് എന്ന പൊസിഷനിൽ എത്തുമ്പോൾ ദ ഇലുമിനേറ്റഡ് സൈഡ് കംപ്ലീറ്റ്ലി ഫേസസ് ദി എർത്ത്. അപ്പോൾ ഭൂമി എന്താണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത് എന്തായിരിക്കും? ചന്ദ്രൻ്റെ പ്രകാശിച്ച് നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്താണ്? ഫുൾ മൂണിനെ കാണാൻ പറ്റും, പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇനി ഓരോ പേരുണ്ട്. ഇനി അതാണ് നോക്കാൻ പോകുന്നത്. ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ. ന്യൂ മൂൺ occurs when the shadow side of the moon completely faces the earth. അപ്പോൾ ന്യൂ മൂൺ എപ്പോഴാണ് നടക്കുന്നത്? ന്യൂ മൂൺ ഒക്കർ എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ നടക്കുന്നത് ഈ ഒരു ചന്ദ്രൻ്റെ മൂണിൻ്റെ എന്താണ് ഷാഡോ ഭാഗം മുഴുവനായിട്ടും എർത്തിനെ ഫേസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അന്ന് നടക്കുന്നത് ന്യൂ മൂൺ ആയിരിക്കും. വി കനോട്ട് സീ ദ മൂൺ ഓൺ ദിസ് ഡേ. അപ്പോൾ ആ ദിവസം നമുക്ക് എന്താണ് ചന്ദ്രനെ കാണാൻ പറ്റില്ല. ഫുൾ മൂൺ occurs when the illuminated part of the moon completely faces the earth. അപ്പോൾ ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂണിൻ്റെ പ്രകാശിച്ച് നിൽക്കുന്ന ഭാഗം മുഴുവനായിട്ടും എർത്തിനെ ഫേസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അന്ന് നടക്കുന്നത് ഫുൾ മൂൺ ആയിരിക്കും. അപ്പോൾ എർത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മൂണിനെ കാണാൻ പറ്റും. ഹാഫ് മൂൺ ഈസ് സീൻ വെൻ ദ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദി മൂൺ ഫേസ് ദി എർത്ത്. അപ്പോൾ ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂണിൻ്റെ പകുതി ഇലുമിനേറ്റ് ചെയ്ത പ്രകാശിച്ച് നിൽക്കുന്ന ഭാഗവും പകുതി ഷാഡോ ആയിട്ടുള്ള ഭാഗവുമാണ് എർത്തിനെ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നതെങ്കിൽ അന്ന് എന്താണ്? ഹാഫ് മൂൺ ആയിരിക്കും. അപ്പോൾ 3 എണ്ണം നമ്മൾ പഠിച്ചു. ന്യൂ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൂണിൻ്റെ ഷാഡോ പോർഷനാണ് എർത്തിനെ ഫേസ് ചെയ്തിട്ട് വരുന്നതെങ്കിൽ അത് ന്യൂ മൂണാണ്. അന്ന് നമുക്ക് മൂണിനെ കാണാൻ പറ്റില്ല. ഇനി മൂണിൻ്റെ ഇലുമിനേറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശിച്ച് നിൽക്കുന്ന ഭാഗമാണ് എർത്തിനെ അഭിമുഖമായിട്ട് എർത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അന്ന് നമുക്ക് മൂണിനെ കാണാൻ പറ്റും, മൂണിനെ മുഴുവനായി കാണാൻ പറ്റും. അതാണ് ഫുൾ മൂൺ. ഇനി പകുതി ഇലുമിനേറ്റ് ചെയ്തും പകുതി ഷാഡോ പോർഷനുമാണ് എർത്തിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അന്ന് നമുക്ക് എന്താണ്? ആ ഇലുമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം മാത്രം, അതായത് ഹാഫ് മൂണിൻ്റെ ഹാഫ് പോർഷൻ മാത്രം, ഹാഫ് ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് ഹാഫ് മൂൺ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്തത് പറയുന്നത് വാക്സിങ്ങും വാനിങ്ങും. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ദ 2 pictures A and B represent the revolution of moon from ന്യൂ മൂൺ ടു ഫുൾ മൂൺ ആൻഡ് വൈസ് വേഴ്സ്. അതായത് താഴെ എന്താണ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്, എയും പിയും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ എർത്തിനെ ചുറ്റുന്ന മൂണിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്കോ അല്ലെങ്കിൽ ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്കുള്ള ഒരു ജേർണിയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇനി പറയുന്നത് ആർ ദ ബോത്ത് പിക്ചേഴ്സ് അലൈക്ക്? 2 ചിത്രം ഒരുപോലെയാണ്. വാട്ട് ഡിഫറൻസ് ക്യാൻ യു ഒബ്സർവ് ഇൻ ദീസ് പിക്ചേഴ്സ്? അപ്പോൾ ഈ 2 ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് കാണാൻ പറ്റുന്നത്? അപ്പോൾ ചിത്രം നോക്കി നമുക്ക് പറയാൻ പറ്റും. പിക്ചർ എയിൽ എന്താണ്? മൂണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. അതായത് വെസ്റ്റ് സൈഡിൽ എന്താണ്? മൂണിൻ്റെ ആ ഒരു ഷാഡോ പോർഷനാണ് എർത്തിനെ ഫേസ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ അത് ഈസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും എർത്തിനെ ഫേസ് ചെയ്തിട്ട് മൂണിൻ്റെ ഇലുമിനേറ്റഡ് പോർഷൻ പ്രകാശം നിൽക്കുന്ന ഭാഗമായിരിക്കും എർത്തിനെ ഫേസ് ചെയ്തിട്ട് വരിക. അപ്പോൾ എന്താണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്തോറും അവിടെ പ്രകാശം എന്താണ്? കൂടി വരികയാണ് ചെയ്തത്. പിന്നെ ഇനി രണ്ടാമത്തെ പിക്ചർ ബി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഇലുമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് നിന്നും ഷാഡോയിലേക്കാണ് അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് പിക്ചർ ഷോ ദ ഇലുമിനേറ്റഡ് പോർഷൻ ഓഫ് മൂൺ ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദി എർത്ത്? അപ്പോൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ പ്രകാശം കൂടി വരുന്നതായി തോന്നുന്നത് പിക്ചർ എയിലാണ്, പിക്ചർ ബിയിൽ നിന്നാണോ? അപ്പോൾ പിക്ചർ എയിലായിരിക്കും അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ, വിച്ച് പിക്ചർ ഷോ ദ ഇലുമിനേറ്റഡ് പോർഷൻ ഓഫ് മൂൺ ഗെറ്റിംഗ് ഡിക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദി എർത്ത്? പിന്നെ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏത് പിക്ചറിലാണ് ഈ ഒരു ലൈറ്റ് കുറഞ്ഞു വരുന്നതായി തോന്നുന്നത്? അത് പിക്ചർ ബിയിലാണ്. നെക്സ്റ്റ് വാക്സിങ് ആൻഡ് വാനിങ്. വെൻ വ്യൂഡ് ഫ്രം ദി എർത്ത് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദി മൂൺ കീപ്സ് ഓൺ ഇൻക്രീസിങ് ഫ്രം the new moon to full moon. This period is known as waxing or വൈറ്റ് ഹാലോ. അപ്പോൾ വൈറ്റ് ഹാലോ അല്ലെങ്കിൽ വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അതായത് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് പോകുന്ന സമയത്ത് മൂണിൻ്റെ എന്താണ് ആ ഒരു പ്രകാശം കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കൂടി വരുന്ന ആ ഒരു പീരീഡിനെയാണ് വാക്സിങ് അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് പറയുന്നത്. അതായത് പിക്ചർ എ. ഇനി വെൻ വ്യൂഡ് ഫ്രം ദി എർത്ത് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് മൂൺ കീപ്സ് ഓൺ ഡിക്രീസിങ് ഫ്രം ദി ഫുൾ മൂൺ ടു ന്യൂ മൂൺ. ഇനി ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് പോകുമ്പോൾ മൂണിൻ്റെ പ്രകാശം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത്? വാനിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹാലോ എന്ന് പറയുന്നത്. പിക്ചർ ബി. വാക്സിങ് ആൻഡ് വാനിങ് ഈസ് ദ ഡിഫറൻസ് ഇൻ വ്യൂയിങ് ദി ഇലുമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻ ഓഫ് മൂൺ ആസ് ഇറ്റ് റിവോൾവ് അറൗണ്ട് ദി എർത്ത്. വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറഞ്ഞാൽ അഥവാ വൃദ്ധിക്ഷയം എന്ന് പറഞ്ഞാൽ ഭൂമിനെ എന്താണ് ചന്ദ്രൻ ചുറ്റുന്ന സമയത്ത് ചന്ദ്രൻ്റെ
ആ ഒരു ഇലുമിനേറ്റഡ് പോർഷനും ഷാഡോ പോർഷനും വരുന്ന ആ ഒരു വ്യത്യാസം, അതിനെയാണ് വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വാക്സിങ്ങും വാനിങ്ങും മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3നെ കുറിച്ചാണ്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിലെന്താ പറയുന്നതെന്ന് ചുരുക്കി പറഞ്ഞുതരാം. ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ഇറങ്ങിയിട്ടുള്ള പേടകമാണ് ചന്ദ്രയാൻ 3. അത് ലോഞ്ച് ചെയ്തത് 2023 ജൂലൈ 14-നാണ്. അത് സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23-നാണ്. അങ്ങനെ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പിന്നെ ഇനി ഇത് കൂടാതെ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ ഗഗൻയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേടകത്തിനെ തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചൊവ്വയെ കുറിച്ച് പഠിക്കാൻ മംഗൾയാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ISRO ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ISROയുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വെബ്സൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. isro.government.in ആണത്. അപ്പോൾ അതിൽ കയറി സെർച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങളിതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. How will you find out the new moon day and full moon day from calendar? Which are the symbols used in the calendar to indicate these days? ഇനി ന്യൂ മോണും അതേപോലെ തന്നെ ഫുൾ മോണും എന്നാണ് ഉണ്ടാവുക എന്ന് കലണ്ടർ നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കലണ്ടറിൽ അതിനെ എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളതെന്നാണ്, എന്ത് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ദ സിമ്പിൾ, ഞാനൊരു റൗണ്ടിൽ കറുത്ത കളർ കൊടുത്ത് ഈ ഒരു സിമ്പിളുണ്ട്. പിന്നെ അതേപോലെ തന്നെ കളറൊന്നും ചെയ്യാത്തൊരു വട്ടമുണ്ട്. ഈ 2 സിമ്പിളുമാണ് ഫുൾ മൂണിനും ന്യൂ മൂണിനും കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കലണ്ടറിൽ. ആർ യൂസ്ഡ് ഇൻ എ കലണ്ടർ ടു റെപ്രസെൻറ്റ് ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ എന്താണ്? ന്യൂ മൂണിനെ കാണിക്കാനും സെക്കൻഡ് സിമ്പിൾ ഫുൾ മൂണിനെ കാണിക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. ഒബ്സർവ് ദ ഗിവൻ കലണ്ടർ. ഡോണ്ട് യു സീ ദീസ് സിമ്പിൾ ഇൻ ദ കലണ്ടർ? By looking at the calendar, can you find out how many days it takes for moon to reach the new moon from ഫുൾ മൂൺ? അപ്പോൾ നിങ്ങൾ കലണ്ടറിൽ ഈ സിമ്പിൾസൊക്കെ കണ്ടിട്ടുണ്ടോ? ഇനി താഴെ എന്താണ് 2 കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കലണ്ടർ നോക്കിയിട്ട് ഫുൾ മൂണും ന്യൂ മൂണിൻ്റെയും ഡേയ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് എത്തുന്നതിന് എത്ര ദിവസം വേണം എന്നും കൂടിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കലണ്ടർ നോക്കാം. അവിടെ കൊടുത്തിട്ടുള്ള കലണ്ടർ 2023 മെയിലെ കലണ്ടറാണ് ഫസ്റ്റ് എത്തത്. ഇനി അതുമായി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ ഇൻ ദ കലണ്ടർ. അപ്പോൾ ഫുൾ മൂണിൻ്റെ ഡേറ്റ് എന്താണ്? അപ്പോൾ അതെന്താണ്? മെയ് 5 ഫുൾ മൂണിൻ്റെ ഡേറ്റ്. ഇനി ദ ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ. അപ്പോൾ ആ കലണ്ടറിൽ ന്യൂ മൂണിൻ്റെ ഡേറ്റ് എന്താണ്? മെയ് 19. നമ്പർ ഓഫ് ദി ഡേയ്സ് ടേക്ക് ടു റീച്ച് ന്യൂ മൂൺ ഫ്രം ഫുൾ മൂൺ. ഫുൾ മൂണിൽ നിന്ന് ന്യൂ മൂണിലേക്ക് എത്താൻ എത്ര ദിവസമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്? അപ്പോൾ 5 മുതൽ 19 വരെ എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 14 ദിവസം എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത കലണ്ടർ എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കലണ്ടർ 2023 ജൂൺ മാസത്തിലെ കലണ്ടറാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ. ഫുൾ മൂണിൻ്റെ ഡേറ്റ് എന്നാണ്? ജൂൺ 4. ദ ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ, അത് ജൂൺ 18. ദ നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ന്യൂ മൂൺ ബൈ ചെക്കിംഗ് ബോത്ത് ദി കലണ്ടർ. അപ്പോൾ 2 കലണ്ടറും ചെക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ന്യൂ മൂണിലേക്ക് എത്താൻ എത്ര ദിവസമാണ്, മെയിലെ ന്യൂ മൂണിൽ നിന്ന് ജൂണിലെ ന്യൂ മൂണിലേക്ക് എത്താൻ എത്ര ദിവസമാണ് എടുത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ദിവസമാണ്? 30 ദിവസം. ഡിഡിൻ ഇറ്റ് ടേക്ക് 13 days ഫോർ 1 ന്യൂ മൂൺ ടു റീച്ച് ദ നെക്സ്റ്റ്. അതായത് ഒരു ന്യൂ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂണിലേക്ക് എത്താൻ എന്താണ് 30 ദിവസം ഇവിടെ വേണ്ടി വന്നു അല്ലേ. ദ മൂൺ ടേക്സ് 27 1/3 days ടു റിവോൾവ് അറൗണ്ട് ദി എർത്ത് വൺസ്. അതായത് ഭൂമിയെ ഒരു തവണ ചന്ദ്രൻ ചുറ്റാൻ 27 1/3 ദിവസമാണ് വേണ്ടത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? ഡിസ്കസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? നേരത്തെ പറഞ്ഞു ഒരു ന്യൂ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂണിലേക്ക് എത്താൻ 30 ദിവസം വേണം. പക്ഷേ ഇവിടെ പറയുന്നു ചന്ദ്രന് എന്താണ്, ഭൂമിയെ ഒരു തവണ ചുറ്റാൻ 27 1/3 ദിവസമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇനി അതാണ് നോക്കാൻ പോകുന്നത്. ഫ്രം ന്യൂ മൂൺ ടു ന്യൂ മൂൺ, ദ എർത്ത് നീഡ് 365 1/4 days ടു റിവോൾവ് അറൗണ്ട് ദി സൺ വൺസ്. അതായത് സൂര്യനെ ഭൂമിക്ക് ഒരു തവണ ചുറ്റാൻ 365 1/4 ദിവസമാണ് വേണ്ടത്. ബൈ ദ ടൈം ദി മൂൺ റിവോൾവ് അറൗണ്ട് ദി എർത്ത് വൺസ്, ദ എർത്ത് വുഡ് ഹാവ് ട്രാവൽ സം ഡിസ്റ്റൻസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് വിത്ത് മൂൺ അറൗണ്ട് ദി സൺ. അതായത് ഈ മൂൺ എന്താണ്, എർത്തിനെ ചുറ്റുന്ന സമയത്ത് ഈ എർത്ത് മൂണുമായിട്ട് കുറച്ച് ദൂരം അതിൻ്റെ ഓർബിറ്റലിൽ സഞ്ചരിച്ച് അത് എർത്തിനെ ചുറ്റും. ദസ് എ ചേഞ്ച് ഒക്കർ ദ പൊസിഷൻ ഓഫ് ദി എർത്ത്. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിക്കുന്നതുകൊണ്ടാണ് എന്താണ്, എർത്തിൻ്റെ പൊസിഷൻ അവിടെ മാറും. ഹെൻസ് ദ മൂൺ വിൽ ഹാവ് ടു ട്രാവൽ സം മോർ ഡിസ്റ്റൻസ് ഇൻ ദ സെയിം പാത്ത് ടു റിപ്പീറ്റഡ്ലി സീ ദ ഫേസ് ഓഫ് ദി മൂൺ. അപ്പോൾ സെയിം ഫേസ് തന്നെ വരുന്നതിന് വേണ്ടിയിട്ട് മൂണിന് എന്താണ് കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കണം. കാരണം
എർത്ത് എന്താണ്, എർത്തിൻ്റെ പൊസിഷൻ മാറിയതുകൊണ്ട് കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കണം. ഇറ്റ് ടേക്സ് മോർ ദാൻ 2 days ഫോർ ദിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂൺ എന്താണ് 2 ദിവസത്തിലും കൂടുതൽ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ടേക്സ് 29 1/2 days ഫ്രം വൺ ന്യൂ മൂൺ ടു ദി നെക്സ്റ്റ് ന്യൂ മൂൺ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ന്യൂ മൂണിൽ നിന്ന് അടുത്ത ന്യൂ മൂണിലേക്ക് 29 1/2 29 ദിവസം എടുക്കുന്നത്, അതായത് 30 ദിവസം എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠത്തിലുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. ഇനി നമ്മളിതിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് അസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ, ചെക്ക് ദി ഓർബിറ്റൽ പാത്ത് ഓഫ് മൂൺ അറൗണ്ട് ദി എർത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ താഴെ എന്താണ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ ആ ഒരു പിക്ചറിൽ നിന്ന് നോക്കിയിട്ട് എന്താണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? സൺ ഉണ്ട്, എർത്ത് ഉണ്ട്, പിന്നെ എർത്തിന് ചുറ്റും കറങ്ങുന്ന ആരുണ്ട്? മൂണുണ്ട്. അപ്പോൾ മൂണായ എർത്തിനെ ചുറ്റുന്ന ഒരു പാത്ത്, ആ ഒരു ഓർബിറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദി ലൂണാർ എക്ലിപ്സ്. അതായത് ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗ്രഹണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ നിഴലിൽ എന്താണ് ചന്ദ്രൻ വരിക. അപ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ്? ബിയിലെത്തുമ്പോൾ. ദ പൊസിഷൻ ഓഫ് കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം കംപ്ലീറ്റ് ആവുന്നത്, അതായത് ഭൂമിയുടെ നിഴലിൽ മുഴുവനായിട്ടും ചന്ദ്രൻ വരുന്നത് സി എന്ന പൊസിഷനിൽ. ദ പൊസിഷൻ വേർ ദ ലൂണാർ എക്ലിപ്സ് അത് ഡി എന്ന പൊസിഷനിൽ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ മാച്ചിങ് ദി ബോക്സസ് അപ്രോപ്രിയേറ്റ്ലി. താഴെ എന്താണ് വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്തിട്ട് താഴെ കുറച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ എന്താണ്? വെൻ ദി മൂൺ റീച്ചസ് ദി പൊസിഷൻ ഡി. അപ്പോൾ മൂൺ എന്താണ് ഡി എന്ന പൊസിഷനിൽ എത്തിയാൽ അപ്പോൾ നമുക്ക് എന്താണ് മൂണിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതെന്തായിരിക്കും? ന്യൂ മൂൺ. വെൻ ദി മൂൺ റീച്ചസ് ദി പൊസിഷൻ ഇയിലാണ് എത്തുന്നത്, പകുതിയാണ് കാണാൻ പറ്റുക, അപ്പോൾ അത് ഹാഫ് മൂൺ. വെൻ ദി മൂൺ റീച്ചസ് ദി പൊസിഷൻ എഫിലെത്തിയാൽ എന്താണ്? അന്ന് നമുക്ക് മൂണിനെ കാണാൻ പറ്റും, അതായത് അത് ഫുൾ മൂൺ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗിവൺ ബിലോ, ടിക്ക് ദി കറക്റ്റ് വൺ. താഴെ എന്താണ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ശരിയായത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എ ഫുൾ മൂൺ ഈസ് ദ ഡേ വെൻ ദി പാർട്ട് ഓഫ് ദി മൂൺ ഓൺ വിച്ച് ദി സൺലൈറ്റ് ഫോൾ ഈസ് കംപ്ലീറ്റ്ലി വിസിബിൾ ഫ്രം ദി എർത്ത്. അതായത് ഫുൾ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ മൂണിൻ്റെ സൺലൈറ്റ് വീഴുന്ന ഭാഗം നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും, അതാണ് ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ. അത് ശരിയാണല്ലേ? ഇനി അടുത്തത്, ദ വാക്സിൻ ക്രിസൻറ്റ് മൂൺ ഈസ് വിസിബിൾ ഓവർ ഹെഡ് അറ്റ് സൺസെറ്റ്. അതായത് സൂര്യാസ്തമയ സമയത്ത് വാക്സിനിലെ ക്രസൻറ്റ് മൂൺ എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്രൻ കാണുന്നത് തലക്ക് മുകളിലാണ്, തെറ്റാണ്. ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി മൂൺ ആൻഡ് ദ പീരിയഡ് ഡ്യൂറിങ് വാക്സിൻ വിൽ ബി വിസിബിൾ ആർ ദി സെയിം. അതായത് റെവല്യൂഷൻ പീരിയഡും ഭൂമിനെ ചന്ദ്രൻ ചുറ്റുന്ന പീരിയഡും അതേപോലെ തന്നെ വാക്സിങ്ങിൻ്റെ ആ ഒരു പീരിയഡും എന്താണ്? സെയിം ആണെന്നാണ് പറയുന്നത്, തെറ്റാണ്. പിന്നെ സോളാർ എക്ലിപ്സ് ഒക്കർ ഓൺലി വൺ ന്യൂ മൂൺ ഡേ. അതായത് ന്യൂ മൂൺ ഡേയുടെ അന്നാണ് സോളാർ എക്ലിപ്സ് നടക്കുന്നത്, ശരിയാണ്. ലൂണാർ എക്ലിപ്സ് ഒക്കർ ഓൺലി വൺ ഫുൾ മൂൺ ഡേ. ഒരു ഫുൾ മൂൺ ഡേയുടെ അന്നാണ് ലൂണാർ എക്ലിപ്സ് നടക്കുന്നത്, അതും ശരിയാണ്. ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺ ഓൾ ഫുൾ മൂൺ ഡേ. എല്ലാ ഫുൾ മൂൺ ഡേയുടെ അന്ന് ലൂണാർ എക്ലിപ്സ് നടക്കും, അത് തെറ്റാണ്. അപ്പം ഇതിലെന്താണ്? 3 എണ്ണം ശരിയാണ്, 3 എണ്ണം തെറ്റാണ്. അപ്പോൾ ലെറ്റ്സ് അസസിലെ 3 ക്വസ്റ്റ്യൻസ് ആണത്. 3ൻ്റെ ആൻസർ നോക്കി പാഠം കംപ്ലീറ്റ് നമ്മൾ 2 വീഡിയോകളിലായി നോക്കി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.